കേസിലെ പ്രതിയായ രേഷ്മയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കാനിരിക്കെയായിരുന്നു അറസ്റ്റ്. പ്രണയത്തിനു വേണ്ടി സ്വന്തം അനുജത്തിയെ കൊലപ്പെടുത്തിയിട്ടും 2 വർഷത്തിനു ശേഷം രേഷ്മയുടെ പ്രണയം തകർന്നു. പത്താം ക്ലാസ്സുകാരിയായ രേഷ്മയുടെ അവിഹിത ബന്ധം അനുജത്തി കണ്ടെത്തിയതിലുള്ള പകമൂലമായിരുന്നു കൊലപാതകം. തേക്കുപാറ ഗവൺമെന്റ് യു പി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഗ്രീഷ്മ. പ്രതി രേഷ്മയും അയൽവാസിയായ യുവാവും തമ്മിൽ ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. പലവട്ടം കൊല്ലപ്പെട്ട ഗ്രീഷ്മ ഇത് വീട്ടിലറിയിച്ചു. ഇതുമൂലമുള്ള പകയാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തിയത്. സംഭവ ദിവസം പ്രതി പ്രശാന്ത് രേഷ്മയുടെ വീട്ടിലെത്തിയത് ഏലത്തിന് തളിക്കുന്ന കീടനാശിനിയുമായിരുന്നു. ഈ സമയം ഗ്രീഷ്മ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഗ്രീഷ്മ തങ്ങളെ കണ്ടെന്നു മനസ്സിലാക്കിയപ്പോൾ കണ്ണൻ ഗ്രീഷ്മയെ മുറിക്കുള്ളിലേക്ക് വലിച്ചിഴച്ച് കഴുത്ത് ഞെരിച്ചു. ശ്വാസം മുട്ടി തളർന്നു വീണ ഗ്രീഷ്മ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളത്തിൽ കീടനാശിനി കലർത്തി കുടിക്കാൻ കൊടുത്തു. ഈ സമയം മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് രേഷ്മ നിരീക്ഷിച്ചു. വിഷം കൊടുത്ത ശേഷം ഗ്രീഷ്മയുടെ കഴുത്തിൽ കുടുക്കിട്ട് മുറിയിൽ തന്നെ കെട്ടിത്തൂക്കി. കണ്ണന്റെ നിർദ്ദേശപ്രകാരം രേഷ്മ കീടനാശിനി കലർത്തിയ ഗ്ലാസ് പൊട്ടിച്ചു കളഞ്ഞു. മാതാപിതാക്കൾ എത്തിയപ്പോൾ ഗ്രീഷ്മ തൂങ്ങി മരിച്ചുവെന്നായിരുന്നു ഗ്രീഷ്മ പറഞ്ഞത്. എന്നാൽ പിതാവ് ഇത് ആത്മഹത്യയാണെന്ന് വിശ്വസിച്ചില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ചതായും വിഷം കഴിച്ചിരുന്നതായും കണ്ടെത്തി. പിതാവ് 4 വർഷക്കാലം സത്യത്തിനായി പോരാടി. ഒടുവിൽ സത്യം തെളിഞ്ഞപ്പോൾ മൂത്ത മകളെയും നഷ്ടപ്പെട്ടു.